ഓക്കെ, സോ നമ്മൾ പുതിയ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ടേക്ക് എ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ടി. ഓക്കെ, ആൻഡ് യുവർ എക്സ് ഇസ് എ ബനാക് സ്പേസ് ആണെന്നുണ്ടെങ്കിൽ വിൽ ഷോ ദാറ്റ് ദ സ്പെക്ട്രം ഓഫ് ടി ഈസ് നോൺ എം ടി. നമ്മൾ മുമ്പത്തെ പല പ്രൂഫുകളിലും നമ്മുടെ സ്പെക്ട്രൽ മറ്റ് മാപ്പിംഗ് തിയറത്തിലൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. സോ സ്പെക്ട്രം നോൺ എം ടി എന്നുള്ള പ്രൂഫാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ സ്പെക്ട്രമും റിസോൾവെൻറ്റും ഒക്കെ ആക്ച്വലി എന്തുവാ സാധനങ്ങൾ? സ്പെക്ട്രവും റിസോൾവെൻ്റ് എവിടെ കിടക്കുന്നത്? ഇത് ആക്ച്വലി നമ്മൾ സ്കെയിലേഴ്സ് ആണ് അല്ലേ. സോ നമ്മളിവിടെ കോംപ്ലക്സ് ബനാക് സ്പേസ് ആണ് എടുക്കുന്നതെങ്കിൽ ദിസ് വിൽ ബി യുവർ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഓക്കെ, സോ ഇതെല്ലാം കിടക്കുന്ന കോംപ്ലക്സ് പ്ലെയിനിലാണ് ഈ കിടക്കുന്ന സ്പെക്ട്രം ആണെങ്കിൽ റിസോൾവൻ സെറ്റ് ഉണ്ട്. സോ വിൽ ബി യൂസിങ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ കോംപ്ലക്സ് പ്ലെയിൻ ടു പ്രൂവ് ദിസ് റിസൾട്ട്. സോ നമ്മൾ കോംപ്ലക്സ് അനാലിസിസിലെ പല റിസൾട്ട്സും നമ്മളിവിടെ ക്യാരി ഓവർ ചെയ്യും. അതിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അനാലിറ്റിക് ഫംഗ്ഷൻസിൻ്റെ കൺസെപ്റ്റാണ്. ഓക്കെ, സോ അനാലിറ്റിക് അല്ലെങ്കിൽ നമ്മളിതിനെ ഹോളോമോർഫിക് എന്ന് വിളിക്കും. നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഹോളോമോർഫിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടും സെയിം തന്നെയാണ്. പല പേരുകൾ വിളിക്കാറുണ്ട്, റെഗുലർ ഫംഗ്ഷൻസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. സോ ഐ എം ഗോയിങ് ടു യൂസ് ഹോളോമോർഫിക് ഫംഗ്ഷൻ. ഓക്കെ, സോ എപ്പോഴാണ് ഒരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ അനാലിറ്റിക് ആവണേ? സോ ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ഡൊമെയിനിൽ ഡിഫൈൻഡ് ആയിരിക്കണം. ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഒരു കണക്റ്റഡ് ഓപ്പൺ സെറ്റ് ഡൊമെയിനിൽ അത് ഡിഫൈൻഡ് ആയിരിക്കണം. ഓക്കെ, ഇനി വേറെ എന്തൊക്കെ വേണം? ആ ഡൊമെയിനുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിന് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം അല്ലേ. ഫോർ എക്സാമ്പിൾ എഫ് ആണ് നിങ്ങളുടെ കോംപ്ലക്സ് ഫംഗ്ഷനെങ്കിൽ ഒരു എഫ് പ്ലസ് ടി ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് എഫ് ഓഫ് ടി ബൈ ഡെൽറ്റ ടി ആസ് യുവർ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0, it should exist and that will actually be equal to f dash of t. So if this derivative exists at all points of the domain, we'll say that the function is analytic in the domain. ഇനി ഒരു പോയിന്റിൽ അനാലിറ്റിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ഒരു നെയ്ബർഹുഡ് കണ്ടുപിടിക്കാൻ സാധിക്കണം. പോയിന്റ് ടി നോട്ട് ആണെങ്കിൽ നെയ്ബർഹുഡ് ഉണ്ടായി കണ്ടുപിടിക്കാൻ സാധിക്കണം വേർ ദ ഫംഗ്ഷൻ ഈസ് അനാലിറ്റിക് അറ്റ് ഈച്ച് പോയിന്റ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് ഹോളോമോർഫിക് ഫംഗ്ഷൻസ്. ഇനി ഇതിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമുക്കറിയാം ഏതൊരു അനാലിറ്റിക് ഫംഗ്ഷൻ ഒരു പവർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പവർ സീരീസ് അതിന് പറയുന്ന പേരാണ് ടൈലർ സീരീസ്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് അറ്റ് ടി നോട്ട് ആണെങ്കിൽ ഐ ക്യാൻ റെപ്രസെൻറ്റ് ആസ് എ ടൈലർ സീരീസ് അബൌട്ട് ഇറ്റ്, സപ്പോസ് ലൈക്ക് ദിസ് സിഗ്മ, and this n is equal to 0 to infinity, and this is a this will have a non-zero radius of convergence. Radius of convergence ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/r is equal to, ഓർമ്മയുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ലിമിറ്റ് സുപ്രീമം ഓഫ് യുവർ മോഡ് സി എൻ റൂട്ട് nth റൂട്ട് ഓഫ് മോഡ് സി എൻ. ഇതാണ് നമ്മൾ അതുപോലെ മോഡുലസ് ഓഫ് എ എൻ പ്ലസ് സി എൻ പ്ലസ് 1/cn എന്നൊക്കെ പറഞ്ഞ് പല റിസൾട്ട്സ് പഠിച്ചിട്ടുണ്ടാവും. സോ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. സോ ഏതൊരു അനാലിറ്റിക് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും യു ഹാവ് എ ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷൻ. സിമിലർലി ഇഫ് യു ഹാവ് എ ടൈലർ സീരീസ് പവർ സീരീസ് റെപ്രസെൻറ്റേഷൻ, ഇറ്റ് വിൽ ഓൾവേസ് ബി അനാലിറ്റിക് ഇൻ ദ ഡൊമെയിൻ വേർ ഇറ്റ് ഈസ് ഡിഫൈൻഡ്. സോ ഈ റേഡിയസ് ഓഫ് സർക്കിൾ ഓഫ് ഡിസ്ക് ഓഫ് കൺവറൻസ് എടുക്കുകയാണെങ്കിൽ അവിടെ എല്ലായിടത്തും ഈ ഫംഗ്ഷൻ ഇറ്റ് വിൽ ബി അനാലിറ്റിക്. സോ ഈ രണ്ട് കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് വെച്ചുകൊണ്ട് നമ്മൾ വിൽ ഷോ ദാറ്റ് ദ സ്പെക്ട്രം ഓഫ് എ നോൺ ലീനിയർ ഓപ്പറേറ്റർ, സ്പെക്ട്രം ഓഫ് എ ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്റർ ഇസ് നോൺ എംപ്റ്റി. ഓക്കെ, സോ ടി എന്ന് പറയുന്ന ഒരു ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്റർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ രണ്ട് കൺവെൻഷൻസ് ഇവിടെ കൊണ്ടുവരാൻ പോവാണ്. സോ സപ്പോസ് ഡെൽറ്റ ഇസ് എ ഡൊമെയിൻ ഇൻ യുവർ കോംപ്ലക്സ് പ്ലെയിൻ. അതായത് ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റഡ് ഓപ്പൺ സെറ്റ് ആണ് ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ. ഓക്കെ, ഈ ഡൊമെയിൻ ഡെൽറ്റയെ ഞാനിപ്പം സെറ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സിലേക്ക് മാപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ യൂഷ്വലി നമ്മുടെ കേസിൽ വരുമ്പോൾ നമ്മൾ ആ ലാംഡ എടുത്തിട്ട് നമ്മൾ നേരെ റിസോൾവെൻ്റ് ആർ ലാംഡ സംസാരിക്കില്ല, അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സെറ്റിംഗ് കൊണ്ടുവരികയാണ്. ഓക്കെ, സോ ദിസ് ഡെൽറ്റേനെ എടുത്തിട്ട് ബി എക്സ് എക്സിലേക്ക് മാപ്പിംഗ് ഡിഫൈൻ ചെയ്യണം. മാപ്പിങ്ങിനെ സപ്പോസ് എസ് ആണെന്ന് വിളിക്കാം. ഇനി എപ്പോഴാണ് ഈ എസ് എന്ന് പറഞ്ഞ സാധനം ഹോളോമോർഫിക് ആണ് എന്നുള്ളത് പറയാൻ പോകണം. സോ ഇവിടെ എസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച എസുമായിട്ട് ഫംഗ്ഷൻസായിട്ട് ഇത് വ്യത്യാസമുണ്ട്. കാര്യം ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വാല്യൂ കോംപ്ലക്സ് നമ്പർ ആണെങ്കിലും ഫൈനൽ വാല്യൂ വരുന്നത് ഒരു ഓപ്പറേറ്റർ ആണ്. സോ എന്താണ് ഇവിടെ ഹോളോമോർഫിക് എന്ന് ഉദ്ദേശിക്കുന്നുള്ളത് നമ്മൾ ശരിക്കും ഡിഫൈൻ ചെയ്യണം. ഓക്കെ, സോ അതിന് വേണ്ടി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഡെഫിനേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഡെറിവേറ്റീവ് ഡെഫിനേഷൻ ആലോചിച്ച് നോക്കി. എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? എസ് ഓഫ് ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡ മൈനസ് എസ് ലാംഡ ബൈ ഡെൽറ്റ ലാംഡ മൈനസ് എസ് ഡാഷ് ഓഫ് ലാംഡ ഷുഡ് നോം ഓഫ് ദിസ് തിങ് ഷുഡ് ഗോ ടു 0 എന്നുള്ള രീതി വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇത് ഏതാണ്ട് നമ്മുടെ യൂണിഫോം കൺവേർജൻസിൻ്റെ കൺസെപ്റ്റ് പറയുന്ന പോലെ ഡയറക്റ്റ് ആയിട്ട് ഓപ്പറേറ്റേഴ്സ് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ പല ടൈപ്പ് ഓഫ് കൺവേർജൻസ് പഠിച്ചിട്ടുണ്ട്. യൂണിഫോം മാത്രമല്ല, സ്ട്രോങ് കൺവേർജൻസ് പഠിച്ചിട്ടുണ്ട്, വീക്ക് കൺവേർജൻസ് പഠിച്ചിട്ടുണ്ട്. സോ സ്ട്രോങ് കൺവേർജൻസ് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ യൂണിഫോമിൽ നിന്ന് മാറി നമ്മൾ എന്ത് ചെയ്യും? നേരെ എക്സിലേക്ക് ഇത് മാറ്റും അല്ലേ. സോ നമ്മൾ അവിടെ നോക്കാൻ പോകുന്നത് എസ് ലാംഡ എക്സ് എന്നുള്ളൊരു കൺസെപ്റ്റിലായിരിക്കും അല്ലേ. അതായത് എസ് ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡ ഓഫ് സം എക്സ് മൈനസ് എസ് ലാംഡ ഓഫ് എക്സ് ബൈ ഡെൽറ്റ ലാംഡ മൈനസ് എസ് ഡാഷ് ഓഫ് ലാംഡ ഓഫ് എക്സ്. ഇറ്റ് ഷുഡ് ഗോ ടു 0 ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എക്സ്. നമ്മൾ അങ്ങനെയാണ് ഇതിനെ നമ്മുടെ സ്ട്രോങ് കൺവേർജൻസിൻ്റെ ഒരു കൺസെപ്റ്റിൽ പറയാറുണ്ട്. അതൊക്കെ സോ ഇവിടെ ആലോചിക്കുക. എസ് ലാംഡ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ലാംഡ എടുത്ത് ലാംഡ നേരെ ലാംഡ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് പ്ലെയിനിൽ കിടക്കുന്ന സാധനമാണ്. അത് നേരെ എസ് ലാംഡയിലേക്ക് പോയി. എസ് ലാംഡ ഇവിടെ കിടക്കുന്നത്
നമ്മുടെ ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്റേഴ്സിൽ പോയി അവന്മാരെന്താ ചെയ്യുന്നത്, എക്സിലുള്ളതിൽ ആക്ട് ചെയ്യുമ്പം എസ് ലാംഡ ഓഫ് എക്സ് കിട്ടും. അതിനെ ഞാൻ എസ് ലാംഡ എക്സ് എന്ന് വിളിച്ചേ ഉള്ളൂ. ഓക്കെ, ഇത് ആക്ച്വലി എന്താണ്, എസ് ലാംഡ ഓഫ് എക്സ് എടുക്കുമ്പം വീണ്ടും നിങ്ങളുടെ നോൺ സ്പേസിലേക്ക് തന്നെയാണ് അത് മാപ്പ് ആവുന്നത്. ഓക്കെ, സോ നമ്മുടെ ലാംഡ ഇപ്പം കിടക്കുന്നത് എവിടെയാണ്, നമ്മുടെ നോൺ സ്പേസിലാണ്. ഇത് മാത്രമല്ല, ഒരു കൺവെർജൻസ് കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതേതാ, വീക്ക് കൺവെർജൻസ്. അവിടെ എന്ത് ചെയ്യും, നിങ്ങൾ ഫങ്ഷണൽസിനെ കൂടെ കൊണ്ടുവരും അല്ലേ. സോ നിങ്ങൾ എഫ് ഓഫ് എസ് ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡ ഓഫ് എക്സ് minus f of s lambda of x by delta lambda minus f of s lambda dash of x, it should go to 0 for all f element of x prime and your x element of x. ഓക്കെ, സോ ഇതിനാണ് വീക്ക് കൺവെർജൻസ്. ഇവിടെ എന്താ സംഭവിക്കണേ, ഇവിടെ എഫ് ഓഫ് എസ് ലാംഡ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കണേ, ഇപ്പം എന്തായി, എസ് ലാംഡ എക്സ് ഇപ്പം എക്സ് കിടക്കുന്ന സാധനമാണ്, അതിൽ ഫംഗ്ഷണൽ ആക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, കെ ആയി. ഓക്കെ, സോ നിങ്ങൾ ലാംഡയിൽ സ്റ്റാർട്ട് ചെയ്തു, കുറേ സ്റ്റേജ് കഴിഞ്ഞപ്പോൾ പിന്നെയും നിങ്ങൾ ലാംഡ കെയിൽ സ്റ്റാർട്ട് ചെയ്തു, കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് പിന്നെയും കെയിലേക്ക് എത്തുവാണ് യൂസിങ് എഫ് ഓഫ് എസ് ലാംഡ എക്സ്. സോ ഈ ഒരു കൺവെൻഷൻ വെച്ചിട്ടാണ് നമ്മൾ, ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഈ എസിൻ്റെ അനാലിറ്റിസിറ്റി അല്ലെങ്കിൽ ഹോളോമോർഫിസിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ ഇഫ് സപ്പോസ് എസ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം യുവർ ഡൊമെയിൻ ടു യുവർ സെറ്റ് ഓഫ് ബി എക്സ് എക്സ്, we'll say that S is holomorphic if the function S is holomorphic എന്ന് ഉദ്ദേശിക്കുന്ന അനാലിറ്റിക്. S is holomorphic if the function h lambda defined as f of your s lambda of x is analytic at lambda for each f element of x prime and your x element of x. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ എസിൻ്റെ അനാലിറ്റിസിറ്റിയാണ് പറയുന്നത്, പക്ഷേ ഒരുപാട് ഫംഗ്ഷൻസിൻ്റെ അനാലിറ്റിസിറ്റി നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഏതൊക്കെയാണെന്ന് പറയാം. അതായത് ഇവിടെ എസ് ലാംഡ, ഓക്കെ, നമ്മൾ ലാംഡ നേരെ കൊണ്ടുപോകുന്ന സാധനമാണ് എസ് ലാംഡ, ഓക്കെ, അതായിക്കോട്ടെ. പക്ഷേ എഫും എക്സും വേരി ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ഒരു എഫ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഫംഗ്ഷൻ വേറെ ആയിരിക്കും, എക്സ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഫംഗ്ഷൻ വേറെ ആയിരിക്കും. ഇപ്പോൾ എഫും എക്സും മാറുന്നതനുസരിച്ച് യു വിൽ ബി ഗെറ്റിംഗ് ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ്. ഓക്കെ, സോ ആ എല്ലാ ഫംഗ്ഷൻസും എന്താണെന്ന് കാണിക്കണം, യു ഹാവ് ടു ഷോ ദാറ്റ് ഇറ്റ് ഈസ് അനാലിറ്റിക് എന്ന് നമുക്ക് വേണ്ടി വരും. ഓക്കെ, സോ ചെറിയ പരിപാടിയല്ല, കുറേ കാര്യങ്ങളുണ്ട്, ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. സോ യു ക്യാൻ, ഇതിൻ്റെ അനാലിസിറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാര്യം എച്ച് ലാംഡ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. കാരണം എച്ച് ലാംഡ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് എ കോംപ്ലക്സ് വാല്യൂ. നിങ്ങളുടെ എഫ് മാറ്റി വേറെ വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് സം അതർ ഫംഗ്ഷൻ ജി ലാംഡ. ഓക്കെ, സോ എഫ് മാറ്റി ഞാനിപ്പോൾ ഒരു എഫ് ഡാഷ് കൊടുത്ത്, അല്ല എഫ് ഡാഷ് അല്ല, ഒരു എഫ് വൺ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എഫ് വൺ എഫ് എസ് ലാംഡ, എക്സിന് ഒരു എക്സ് വൺ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി അനദർ ഫംഗ്ഷൻ. ഓക്കെ, അതും അനാലിറ്റിക്കാന്ന് പ്രൂവ് ചെയ്യേണ്ടി വരും, ഇതെല്ലാം നമ്മൾ അനാലിറ്റിക്കാന്ന് പ്രൂവ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ദിസ് സീംസ് ടു ബി വെരി ഡിഫിക്കൾട്ട് അറ്റ് ഫസ്റ്റ്. പക്ഷേ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മൾ ന്യൂമാൻസ് എക്സ്പാൻഷൻ നമ്മളിവിടെ നമ്മൾ റിസോൾവെന്റ് ഇപ്പം ലാംഡേനെ റിസോൾവെന്റ് ഓപ്പറേറ്ററിലേക്ക് കൊണ്ടുവന്ന ആ ഫംഗ്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത് വിചാരിക്കുക. ഇനി ഇത് ആക്ച്വലി അനാലിറ്റിക് ഫംഗ്ഷൻ ആണ്, നമുക്ക് ഐ ക്യാൻ ഈസിലി പ്രൂവ് ഇറ്റ്. ദിസ് ഇസ് ബിക്കോസ് യു നോ ദാറ്റ് ദർ ഈസ് എൻ എക്സ്പാൻഷൻ ഫോർ ദ റിസോൾവെന്റ് ഓപ്പറേറ്റർ. ഓക്കെ, അതായത് ഇറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു sigma r lambda naught raised to n plus 1 into lambda minus lambda naught raised to n plus 1, lambda minus lambda raised to n, where n is equal to 0 to infinity. ഇത് ഓർമ്മയുണ്ടെന്ന് വെച്ചാൽ ന്യൂമാൻസ് എക്സ്പാൻഷൻ ഒക്കെ പഠിച്ചിട്ട് നമ്മൾ റിസോൾവെന്റ് ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്ത് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ന്യൂമാൻസ് എക്സ്പാൻഷൻ ഓർമ്മയുണ്ടോ? ഏതാണ്? ഐ മൈനസ് ടി ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐ പ്ലസ് ടി സ്ക്വയർ ഒക്കെ പറഞ്ഞിട്ട് വേറെ നോം ഓഫ് ടി ഈസ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞിട്ട് പ്രൂഫ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിസോൾവെന്റ് ഓപ്പൺ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ടി മൈനസ് ലാംഡ ഐ എടുത്തിട്ട് നമ്മൾ ടി മൈനസ് ലാംഡ നോട്ട് ഐ പ്ലസ് ലാംഡ നോട്ട് ഐ മൈനസ് ലാംഡ എന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ട് ഇത് ഇങ്ങനെ ചെയ്ത ഓർമ്മയുണ്ടോ? ഐ മൈനസ് ലാംഡ നോട്ട് ഇൻറ്റു ടി മൈനസ് ലാംഡ നോട്ട് ഐ ഇൻവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടി ലാംഡ ഇൻറ്റു ഐ മൈനസ് സംതിങ് അല്ലേ, ലാംഡ മൈനസ് ലാംഡ നോട്ട് ഇൻറ്റു ആർ ലാംഡ അല്ലേ, ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്തൊക്കെ ഓർമ്മയില്ലേ? സോ അവിടെ വന്ന പ്രൂഫിനകത്ത് ഉണ്ടായിരുന്ന എക്സ്പാൻഷൻ അവിടെ ഓൾറെഡി പറഞ്ഞിരുന്നു, ഈ ഒരു എക്സ്പാൻഷൻ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, സോ നൗ ദാറ്റ് മീൻസ് യു ഹാവ് ദ റിസോൾവെന്റ് ഓപ്പറേറ്റർ. ഇപ്പോൾ നമുക്കൊരു പവർ സീരീസ് ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, യൂസിങ് ദാറ്റ് ഇൻഫർമേഷൻ ഇപ്പം നമുക്കിത് അനാലിറ്റിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഷോ ദാറ്റ് എഫ് ഓഫ് ആർ ലാംഡ ഓഫ് എക്സ് ഇസ് അനാലിറ്റിക് ഫോർ ഓൾ എഫ് എലമെന്റ് ഓഫ് എഫ് ആൻഡ് യുവർ എക്സ് എലമെന്റ് ഓഫ് എക്സ്. ഓക്കെ, സോ ഇവിടുത്തെ ഫംഗ്ഷൻ എന്താണ്? ഏതൊരു ലാംഡ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ നേരെ നമ്മൾ റിസോൾവെന്റിലേക്ക് മാപ്പ് ചെയ്യണം. സോ എല്ലായിടത്തും റിസോൾവെന്റ് ഉണ്ടാവണമെന്നില്ല, റിസോൾവെന്റിലേക്ക് മാത്രം മാപ്പ് ചെയ്യണമല്ലോ. സോ ഇവിടെ വി ആർ ഓൾറെഡി ഡിസ്കസിങ് അബൌട്ട്
അനാലിറ്റിക് ഇറ്റ് വിൽ ബി അനാലിറ്റിക് റിസോൾവെന്റ് ഉണ്ടെങ്കിലായിരിക്കും അത് റിസോൾവെന്റ് സെറ്റിലേക്ക് ഈ ഒരു ഫംഗ്ഷനാലിറ്റിക്ക് അപ്പം എല്ലാ പോയിന്റിലും റിസോൾവെന്റ് ഉണ്ടാവണം നിർബന്ധമില്ല. റിസോൾവെന്റ് ഉണ്ടാവുന്ന പോയിന്റ്സിൽ എല്ലാം തന്നെ റിസോൾവെന്റ് നന്നായിട്ട് ഡിഫൈൻഡ് ആവണമെന്ന് നിർബന്ധമില്ല അല്ലേ. നമ്മുടെ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോൾവെന്റ് ഉണ്ടാവണം നിർബന്ധമില്ല, റിസോൾവെന്റ് ഉണ്ടാവാം, അത് അൺബൗണ്ടഡ് ആയിരിക്കാം, അതുപോലെ തന്നെ അതിന്റെ ഡൊമൈൻ ഫുൾ ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. സോ ഇവിടെ നമുക്ക് ഇതാണ് എൻ്റെ ഓപ്പറേറ്റർ. ലാംഡേനെ 6 ലാംഡയിൽ കൊണ്ടുപോകും. ചിലപ്പം ചില പോയിന്റ്സിൽ 6 ലാംഡ ഇല്ലെങ്കിൽ ആ ഫംഗ്ഷൻ അവിടെ ഡിഫൈൻഡ് അല്ല, ഇത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. സോ ദിസ് ഇസ് മൈ ഓപ്പറേറ്റർ. ഇനി ഇത് അനാലിറ്റിക് ആണെന്ന് പറയുന്നത് ഈ ദിസ് തിങ് എഫ് ഓഫ് ആർ ലാംഡ എക്സ് ഇറ്റ് ഷുഡ് ബി അനാലിറ്റിക് ഫോർ ഓൾ എഫ് എലമെന്റ് ഓഫ് എഫ് എക്സ് ഡാഷ് ആൻഡ് എക്സ് എലമെന്റ് ഓഫ് എക്സ് ആയിരിക്കണം. ഓക്കെ. ഇനി സപ്പോസ് ഈ എക്സ്പാൻഷൻ വാലിഡ് ആയിട്ടുള്ളത് റിസോൾവെന്റ് നമ്മുടെ റിസോൾവെന്റ് സെറ്റിൽ കിടക്കുന്ന ലാംഡാസിനാണ് ഈ എക്സ്പാൻഷൻ വാലിഡ് ആയിട്ടുള്ളത്. സോ അവന്മാരുടെ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവരുടെ കേസിൽ നിങ്ങൾ ഇതൊന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ എഫ് ഓഫ് ഇപ്പോൾ ആർ ലാംഡ എക്സ് എന്ന് പറഞ്ഞാൽ ഇതിന് മൊത്തത്തിൽ കൊണ്ട് എക്സിനെ കൊണ്ട് ആക്ട് ചെയ്യണം. സോ യു ക്യാൻ യൂസിങ് ഈ ലീനിയാരിറ്റി യു ക്യാൻ യൂസ് ആക്ട് ബൈ എക്സ്. ഓക്കെ. സോ അവന്മാരുടെ കേസിൽ നിങ്ങൾ എഫ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? എഫ് ഓഫ് ദിസ് തിങ് വിൽ ആക്ച്വലി ബി ഈക്വൽ ടു എഫ് ഓഫ് ദിസ് തിങ്. ഓക്കെ. ഇതൊരു എഫ് ഒരു ഫംഗ്ഷണൽ ആയതുകൊണ്ട് ലീനിയർ ആയിരിക്കും. സോ യു ക്യാൻ റൈറ്റ് എഫ് ഓഫ് ആർ ലാംഡ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? സിഗ്മ എൻ ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ലാംഡ മൈനസ് ലാംഡ റേസ് ടു എൻ ഉണ്ടായിരിക്കും. മിച്ചമുള്ളതൊക്കെ വേറെ കുറേ സാധനങ്ങളായിരിക്കും. ഏതൊക്കെ? എഫ് ഓഫ് ആർ ലാംഡ നോട്ട് റേസ് ടു എൻ പ്ലസ് 1 ഉണ്ടാവും, ഓഫ് എക്സ് ആയിരിക്കും. സോ എനിവേ ദിസ് ഈസ് എ പവർ സീരീസ് ഇൻ ലാംഡ മൈനസ് ലാംഡ നോട്ട്. That means this is valid in the radius of convergence. It will be same as the radius of convergence of this, and that means this series is actually valid in exactly in the resolvent set lana. So that means f of r lambda x in the resolvent set എല്ലാ പോയിന്റിൽ നിങ്ങൾക്ക് ഒരു പവർ സീരീസ് എക്സ്പാൻഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. That means precisely this function which takes lambda to r lambda is analytic at all points in the resolvent set. It is analytic at all points in the resolvent set. ഓക്കെ. സോ ഇതാണ് അതിൻ്റെ പവർ. നമ്മൾ ആദ്യം ഡെഫിനിഷൻ ചെയ്ത് വലിയ പാടായിട്ട് തോന്നിയെങ്കിലും അനാലിറ്റിക് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഓക്കെ. ഇനി എന്തായിരിക്കും സ്പെക്ട്രത്തിൽ സംഭവിക്കുന്നത്? സ്പെക്ട്രത്തിൽ പക്ഷേ ഇത് സംഭവിക്കില്ല എന്ന് വെച്ചാൽ കാര്യം വെച്ചാൽ സ്പെക്ട്രത്തിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ നെക്സ്റ്റ് റിസൾട്ട് പറയാൻ പോകുന്നത്. സോ നിങ്ങളുടെ ലാംഡ നെക്സ്റ്റ് റിസോൾവ് അനുസരിച്ച് എല്ലാം വലിയ ഗുഡാണ്, അനാലിറ്റിക് ആണ്. പക്ഷേ ഈ ഫംഗ്ഷൻ വെൻ യു ഗോ ടു ദ സ്പെക്ട്രം വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദർ ഇസ് വൺ റിസൾട്ട് ഇസ് ദിസ് യുവർ നോം ഓഫ് ആർ ലാംഡ ടി will be greater or equal to 1 by delta of lambda. അതായത് ഇപ്പം നിങ്ങളുടെ ലാംഡ എന്ന് പറഞ്ഞ റിസോൾവൻ സെറ്റിലാണ് കിടക്കുന്നതെങ്കിൽ ഈ ലാംഡയുടെ ഡിസ്റ്റൻസ് ഈ ഇപ്പം നമ്മുടെ സ്പെക്ട്രം ഇവിടെ അങ്ങോട്ട് കിടക്കും, സ്പെക്ട്രം കിടക്കുന്ന സെറ്റാണ് ലാംഡ ഇവിടെ കിടക്കുന്നത്. ഓക്കെ. സോ ഇതിൻ്റെ ഡിസ്റ്റൻസ് ഉദ്ദേശിക്കുന്നത് ഈ ലാംഡയ്ക്ക് ഇവിടെ ഈ സ്പെക്ട്രത്തിലുള്ള ഏത് പോയിന്റ് വേണമെങ്കിലും എടുക്കുക. സോ ഡിസ്റ്റൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഡെൽറ്റ ലാംഡ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി യു ടേക്ക് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലാംഡ ആൻഡ് എസ് where s lies in the spectrum. That's the minimum distance. So this is called the distance of lambda to the spectrum, where your s element of your sigma of t. Okay. So um, r lambda of t is greater than or equal to 1 by delta uh, lambda. So if your lambda lies in the resolvent set, you will have this result, which is delta lambda, where delta lambda is the minimum of mod lambda minus s. ഓക്കെ. ഇനി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ കം ടു ദാറ്റ് മീനിങ്. സോ ഫസ്റ്റ് ഐ ഷോ വൺ തിങ്. ഈ ഡിസ്റ്റൻസ് കുറയും തോറും ഈ ഡിസ്റ്റൻസ് കുറയും, അതായത് ഈ ലാംഡയ്ക്ക് എസ് സി എന്നുള്ള ഡിസ്റ്റൻസ് കുറയുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ലാംഡയ്ക്ക് അതായത് നിങ്ങളുടെ ഇപ്പം റിസോൾവൻ സെറ്റിൽ നമ്മുടെ പറഞ്ഞ ഫംഗ്ഷൻ എല്ലാം അനാലിറ്റിക് ആണ്, ഇറ്റ്സ് വെരി ഗുഡ് ആണ്. പക്ഷെ നിങ്ങൾ ഈ സ്പെക്ട്രത്തിനോട് അടുക്കും തോറും എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ യുവർ നോം ഓഫ് ആർ ലാംഡ ടി that will actually will be, so as the distance goes to 0, this means that this r lambda theta norm will go to infinity. So that means this expansion valid ആയിരിക്കില്ല. അതായത് സ്പെക്ട്രത്തിലേക്ക് വരും തോറും you won't get a valid power series expansion. That means the function will not be analytic in the spectrum. സോ സ്പെക്ട്രത്തിലോട്ട് നമ്മൾ ലാംഡ അടുക്കുന്ന റിസോൾവിലൊക്കെ ഓക്കെയാണ്. പക്ഷെ നമ്മുടെ സ്പെക്ട്രത്തിലോട്ട് നമ്മൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ദിസ് റിസൾട്ട് your norm of r lambda t is greater than or equal to this result, what will happen is that this expansion will not be valid in the spectrum. That means അവിടെ ഒരു പവർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവില്ല, ആൻഡ് ഹെൻസ് എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ നോട്ട് ബി അനാലിറ്റിക്. അതാണ്. സോ അതിന് വേണ്ടിയിട്ട് ഈ റിസൾട്ട് പ്രൂവ് ചെയ്യണം. ആ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്, ബിക്കോസ് ഓൾറെഡി യു നോ ദാറ്റ് ദിസ് ദർ ഇസ് ഈ ഒരു എക്സ്പാൻഷൻ പ്രൂവ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കിട്ടിയായിരുന്നോ? നമുക്ക് ആർ ലാംഡയുടെ എക്സ്പാൻഷൻ ഉണ്ടായിരുന്നല്ലോ. അത് എവിടെയായിരുന്നു വാലിഡ്? ആർ ലാംഡയുടെ എക്സ്പാൻഷൻ, അതായത് ആർ ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതിയ സിഗ്മ
n is equal to 0 to infinity r lambda naught raised to n plus 1 into lambda minus lambda raised to n. This expansion was actually valid when your lambda minus lambda naught was modulus of was less or equal to 1 by norm of r lambda naught. സോ ഫ്രം ദിസ് റിസൾട്ട് യു വിൽ ഗെറ്റ് ഇറ്റ് ബിക്കോസ് അതായത് ഈ ലാംഡ നോട്ട് വെച്ചിട്ട് ഈ ഒരു റേഡിയസിലുള്ള നിങ്ങളൊരു ഡിസ്ക് എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാവന്മാരും എന്തായിരിക്കും റിസോൾവൻ സെറ്റിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അതാണ് അത് അവന്മാർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ലാംഡ നോട്ട് സെൻറ്റർ ആക്കിക്കൊണ്ട് ഈ ഒരു ഡിസ്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാം റിസോൾവെന്റ് സെറ്റിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റിസോൾവെന്റ് ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്യുക. സോ ദിസ് വിൽ ഓൾവേസ് അമ്മമാർക്കെല്ലാം ഈ പറഞ്ഞ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കും, അവന്മാർക്കെല്ലാം അനാലിറ്റിക് ആയിരിക്കും. സോ നിങ്ങൾ സ്പെക്ട്രത്തിൽ കിടക്കുന്ന സാധനം എടുക്കുവാണെങ്കിൽ അവന്മാർ എന്തായാലും ഈ ഡിസ്കിൽ കിടക്കാൻ പറ്റില്ല. ഓക്കെ, ദാറ്റ് മീൻസ് സ്പെക്ട്രത്തിൽ വരുന്ന സാധനം എന്തായാലും ഇറ്റ് ഷുഡ് ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ ദിസ് ഡിസ്റ്റൻസ്. ഓക്കെ, സോ അതിൽ നിന്നാണ് ഇത്. സോ സ്പെക്ട്രത്തിൽ കിടക്കുന്ന സാധനമാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇറ്റ് വിൽ ഓൾവേസ് ഫോർ എല്ലാത്തിനും ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഈ 1 by r lambda naught t. Or in other words, you take the reciprocal, you will have norm of r lambda t, lambda naught t, lambda naught element of your OT എടുക്കുകയാണെങ്കിൽ this will always be greater than equal to 1 by, ഇപ്പം എൻ്റെ ലാംഡ എന്ന് പറഞ്ഞ സ്പെക്ട്രത്തിൽ കിടക്കുന്നെങ്കിൽ എസ് മൈനസ് ലാംഡ നോട്ട്. ഓക്കെ, അപ്പം അത് ഏത് എസ് എടുത്തു കഴിഞ്ഞാൽ ട്രൂ ആയിരിക്കും. ഓർ ഇൻ അതർ വേർഡ്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു യുവർ 1 by minimum of your distance to the spectrum. ഓക്കെ, സോ അതിൽ നിന്ന് കിട്ടുന്നു. സോ അത് കിട്ടിക്കഴിഞ്ഞാൽ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് യുവർ ഡിസ്റ്റൻസ് ടു സ്പെക്ട്രം ഇവിടെ എല്ലാം അനാലിറ്റിക് ആണ്, പക്ഷേ സ്പെക്ട്രത്തിലോട് എടുക്കും തോറും ദിസ് നോം വിൽ ഓൾവേസ് ബി ഗോ ടു 0 ആവും. ദറ്റ് മീൻസ് ദിസ് വിൽ ബിക്കം അൺബൗണ്ടഡ് ആൻഡ് ഹെൻസ് ഇറ്റ് വിൽ നോട്ട് ബി അനാലിറ്റിക്. സോ ഇതാണ് ഇതിൻ്റെ ഒരു പ്രൂഫ്. സോ നമുക്ക് സ്പെക്ട്രത്തിൽ റിസോൾവെൻറ്റിൽ എല്ലായിടത്തും ഈ പറഞ്ഞ ഓപ്പറേറ്റർ വിച്ച് ടേക്സ് ലാംഡ ടു ആർ ലാംഡ ടു ഈസ് അനാലിറ്റിക് ആൻഡ് വെൽ ബിഹേവ്ഡ്. ഇനി പക്ഷേ ഇതിൻ്റെ സ്പെക്ട്രത്തിൽ എന്ത് സംഭവിക്കും? സ്പെക്ട്രത്തിൽ അത് അനാലിറ്റിക് ആയിരിക്കില്ല. Okay, so using this thing we will now prove that the spectrum is non-empty. Okay, so അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. സെറ്റിംഗ് എല്ലാം എല്ലാവർക്കും അറിയാലോ. എന്താണ് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടി എടുത്തു, എലമെന്റ് ഓഫ് ബി എക്സ് എക്സ് ആൻഡ് യുവർ എക്സ് ഇസ് എ നോൺ ട്രിവിയൽ കോംപ്ലക്സ് ബനാക് സ്പേസ്. ഇതാണ് നമ്മുടെ സെറ്റിംഗ്. ഓക്കെ, ഇനി ഐ വിൽ ഷോ ദാറ്റ് സിഗ്മ ടി ഈസ് നോൺ എംപ്റ്റി. ഓക്കെ, അതിനുവേണ്ടി എന്ത് ചെയ്യും? യു അസ്യൂം ദാറ്റ് എന്ത് ചെയ്യണം? സിഗ്മ ടി ഈസ് എംറ്റി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? യുവർ റിസോൾവ് സിഗ്മ ടി ഈസ് എംറ്റി ആണെന്ന് വിചാരിക്കുക. 1 second. Okay, you assume that your sigma t empty ആണെന്ന് വിചാരിക്കുക. അപ്പം എൻ്റെ അർത്ഥം എന്താ? your resolvent is the entire complex plane. So what can you say about your f of r lambda x? That is a entire function. Okay, now that is an entire this is f of r lambda x എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അനാലിറ്റിക് പ്രിസൈസ്ലി ഇൻ ദ പോയിന്റ്സ് ഇൻ ദ റിസോൾവെന്റ് സെറ്റ്. സോ ഇത് റിസോൾവെന്റ് സെറ്റ് എൻ്റയർ കോംപ്ലക്സ് പ്ലെയിൻ ആണെങ്കിൽ എൻ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ അത് അനാലിറ്റിക് ആയിരിക്കും. സോ ഇറ്റ്സ് എൻ എൻ്റയർ ഫംഗ്ഷൻ ആയിരിക്കും. സോ ദിസ് എച്ച് ലാംഡ വിച്ച് ഇസ് ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് ആർ ലാംഡ എക്സ്, it will be an entire function where f element of your x prime and x element of x is fixed. സോ ഓരോ എഫ് എക്സ് മാറുന്നതനുസരിച്ച് നിങ്ങളുടെ എച്ച് ലാവണം ഫംഗ്ഷൻ മാറിക്കൊണ്ടിരിക്കും. എച്ച് മാറി വേറെ വല്ല ജി ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ എഫ് മാറുന്നതനുസരിച്ച് എച്ച്. സോ എനിവേ ദിസ് നിങ്ങൾ ഏത് എഫ് എടുത്താലും ഏത് എക്സ് എടുത്താലെങ്കിലും നിങ്ങൾ ഈ കാണുന്ന ഈ ഫംഗ്ഷൻ വിൽ ബി ആൻ എൻറ്റയർ ഫംഗ്ഷൻ. ഓക്കെ, ഇനി എൻറ്റയർ ഫംഗ്ഷൻ്റെ ഒരു മെയിൻ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതാ? ലയബിലിറ്റീസ് തിയറം അല്ലേ? ലയബിലിറ്റീസ് തിയറം പറയുന്നത് എന്താ? എ ബൗണ്ടർ എൻറ്റയർ ഫംഗ്ഷൻ ഇസ് എ കോൺസ്റ്റന്റ്. അങ്ങനെ വരുമോ നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, സോ എന്താണ് ഈ എച്ച് ലാംഡയുടെ ബൗണ്ട് എന്ന് പറഞ്ഞാൽ? ബൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് ആർ ലാംഡ ഓഫ് എക്സ് which is less than or equal to norm of f into norm of r lambda into norm of x. ഈ norm of f ഉം norm of x ഉം ഫിക്സ്ഡ് ആണ്. കാര്യം എഫും ഓരോ എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് എക്സും ഫിക്സ്ഡ് ആണല്ലോ. ഈ പറഞ്ഞ എഫ് എക്സ് മാറുന്നതനുസരിച്ച് നമുക്ക് വേറെ വേറെ ഫംഗ്ഷൻസ് കിട്ടും. സോ ബേസിക്കലി എഫും എക്സും മാറുന്നതനുസരിച്ചിട്ട് യുവർ എച്ച് വിൽ ബി ഡിഫറെൻറ്റ്. ദാറ്റ്സ് ഓൺലി തിങ്. സോ ഓരോ എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് എക്സും ഫിക്സ്ഡ് ആയിരിക്കും. ഈ എച്ചിന് മാറുന്ന ലാംഡ മാത്രമായിരിക്കും. ദാറ്റ് മീൻസ് എഫ് ഓഫ് അകത്തുള്ള സാധനങ്ങൾ മാത്രമേ മാറുള്ളൂ. എഫ് എക്സും ഫിക്സ് ഏതൊരു എക്സ് എടുത്തു കഴിഞ്ഞാൽ എഫ് എക്സും ഫിക്സ്ഡ് ആയിരിക്കും. സോ നോം ഓഫ് എഫും നോം ഓഫ് എക്സും ഫിക്സ്ഡ് ആണ്. ലെറ്റ് us see what whether we can bring a bound for this r lambda. r lambda എന്ന് പറഞ്ഞാൽ എന്തുവാ? സോ r lambda നമുക്ക് ഓൾറെഡി അറിയാം. r lambda is actually എന്താണ്? t മൈനസ് ലാംഡ ഐ ഇൻവേഴ്സ് ആണ് r lambda. സോ ഇറ്റ് ഈസ് ആക്ച്വലി മൈനസ് ലാംഡ ഇൻവേഴ്സ് ഇൻറ്റു ഐ മൈനസ് ടി ബൈ ലാംഡ. Okay, so that means this can be written as minus 1 by lambda into I plus t by lambda plus
t by lambda the whole square plus etc. ശരിയല്ലേ? It's therefore norm of r lambda. So this is valid if your norm of t by mod t by lambda is less than 1, or when your norm of t is less than mod lambda. Okay, this is valid because this expansion is valid. ഈ ന്യൂമാൻസ് എക്സ്പാൻഷൻ അപ്പോഴാണ് വാലിഡ് ആവുന്നത്. ഓക്കെ, സോ ഇത് മനസ്സിലായല്ലോ. സോ യുവർ നോം ഓഫ് ആർ ലാംഡ ഈസ് ആക്ച്വലി ഈസ് ഈക്വൽ ടു -1/λ. സോ നോം എടുക്കുമ്പോൾ ഇത് ആക്ച്വലി 1/mod ലാംഡ ആവും. മറ്റിടത്ത് എന്തൊക്കെ വരും? ലെസ് ദാൻ ഈക്വൽ ടു വരും. ഐ എന്ന് പറയുമ്പോൾ 1 വരും. നോം ഓഫ് ടി ബൈ മോഡ് ലാംഡ, ശരിയല്ലേ? പിന്നെന്താണ്? പ്ലസ് നോം ഓഫ് ടി സ്ക്വയർ ബൈ മോഡ് ലാംഡ സ്ക്വയർ എക്സെട്ര വരും. ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്. കോമൺ റേഷ്യോ 1 ആണ്. സോ ദിസ് ആക്ച്വലി ഈക്വൽ ടു 1/mod ലാംഡ ഇൻറ്റു 1/1 മൈനസ് നോം ടി ബൈ മോഡ് ലാംഡ. ഓക്കെ, സോ ദിസ് ഇസ് വാലിഡ്, പിന്നെ ഓൾറെഡി വാലിഡ് ആണ് ബിക്കോസ് നോം ഓഫ് ടി ഈസ് ലെസ് ദാൻ മോഡ് ലാംഡ ആണ്. ഓക്കെ, okay, so that means you'll have mod lambda മേളിൽ വിട്ട് പോകും. So you'll be getting 1/mod lambda minus norm t. Okay, so your ഇവിടെ വരുമ്പം മോഡ് lambda മേളിൽ പോകും. So this means your norm of r lambda is less than or equal to 1/mod lambda minus norm of t. Okay, this is always greater than 0 because mod lambda is greater than norm t. Okay, so ഇവിടെ ചെയ്യുന്ന ഒരു വേറെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ I'm going to choose, so this is valid for all lambda which is greater than norm t. So this also will be valid for all lambda. So basically this result is valid for all lambdas whose modulus is greater than norm of t. ഓക്കെ, സോ എല്ലാ ലാംഡയ്ക്കും ഇത് ട്രൂ ആണ്. സോ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വലിയ ലാംഡ എടുക്കുവാണ്. സോ ഐ എം ചൂസിങ് യുവർ ലാംഡ ആസ് ആക്ച്വലി ബിഗർ ദാൻ 2 നോം ടി. ഓക്കെ, ഈ നോം ടിയേക്കാൾ വലുതായിട്ടുള്ള എല്ലാ ലാംഡാസിനും ഇത് വാലിഡ് ആണല്ലോ. ഓക്കെ, സോ ഇൻ പർട്ടിക്കുലർ ഇത് ഒരു 10 വരെയുള്ള നമ്പേഴ്സിനൊക്കെ ഇത് വാലിഡ് ആണെങ്കിൽ 10 മുതലുള്ള നമ്പേഴ്സിന് അതെല്ലാം വാലിഡ് ആണെങ്കിൽ 100 മുതലുള്ള നമ്പേഴ്സ് അത് വാലിഡ് ആയിരിക്കുമല്ലോ. ചെറുതായിട്ടുള്ള നമ്പേഴ്സിന് വാലിഡ്. അപ്പോൾ ഒരു റിസൾട്ട് ഇപ്പം സപ്പോസ് ഇറ്റ് ഈസ് വാലിഡ് ഫ്രം 10 upwards, that result will be also be valid for 100 upwards. ശരിയാണല്ലോ. സോ മോഡ് ലാംഡ നോം ടീനേക്കാൾ വലിയ എല്ലാ ലാംഡയ്ക്കും ട്രൂ ആണെങ്കിൽ ഐ എം അസ്യൂമിങ് ദാറ്റ് ദിസ് ഇസ് ഓൾസോ വാലിഡ് ഫോർ വെരി 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 ബിഗ് ലാംഡാസ്. സോ ആ കേസിൽ particularly when I choose lambdas, I am going to choose a bigger lambda such that your mod lambda is greater than 2 norm t. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ട്വൈസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ടു ആഡ് ചെയ്യുകയാണെങ്കിൽ 2 ലാംഡ മോഡ് 2 ലാംഡ ഇസ് ഗ്രേറ്റർ ആണെങ്കിൽ 2 നോം ടി വരും. സോ ആ ലാംഡേനെ അപ്പം ഇപ്പം ഞാൻ എടുക്കുന്ന ഫോർ എക്സാമ്പിൾ രണ്ടിടത്തും ഇപ്പം മോഡ് ലാംഡ ഗ്രേറ്റർ ആണ് ഈക്വൽ ടു നോം ടി ആണ്. സോ ഞാൻ അവിടെ 2 കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ 2 ലാംഡ ഗ്രേറ്റർ ആയിട്ട് ഈക്വൽ ടു 2 ഇൻറ്റു നോം ടി 2 ആയിരിക്കും. ഇതിന് ഞാൻ വേണമെങ്കിൽ പുതിയൊരു ഗാമ എന്ന് വിളിക്കാം. ആ ഗാമയ്ക്ക് ഇത് ട്രൂ ആയിരിക്കും, റിസൾട്ട് ട്രൂ ആയിരിക്കും. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു ചൂസ് ബിഗർ ലാംഡാസ്. ഇവിടെ എന്തിനാണെന്ന് വെച്ചാൽ ബൗണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, so this will in particular will also be greater than or equal to greater for mod lambda greater norm t true ആണ്. So this so I can also choose lambda in such a way that mod lambda is greater than 2 norm t ട്രൂ ആണ് രീതിയിലുള്ള ലാംഡ ബിഗർ ലാംഡാസ് ഞാൻ എടുക്കുമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് എന്ത് വരും? സോ ദാറ്റ് മീൻസ് യുവർ മോഡ് ലാംഡ മൈനസ് നോം ടിക്ക് പകരം അതിനേക്കാൾ വലിയ സാധനം. അപ്പം ഇത് സോ ബേസിക്കലി ദിസ് മീൻസ് ദാറ്റ് മോഡ് ലാംഡ മൈനസ് നോം ടിനേക്കാളും വലിയ ചെറിയ സാധനമാണ് ഇതാ. ദിസ് ഈസ് ലെസ് ദാൻ 1/2 നോം ടി മൈനസ് നോം ടി. ഓക്കെ, അതെങ്ങനെ പറയാൻ കാരണം അത് ഒന്ന് ആലോചിച്ച് നോക്കി. സോ ദിസ് ഇസ് 1/mod ലാംഡ മൈനസ് നോം ടി. ഐ ഹാവ് ചൂസൺ mod lambda as greater than 2 into norm t. So when you take the reciprocal, 1/mod lambda is less than 1/2 into norm t. So that means when I replace, so this is a bigger number. So the reciprocal മറ്റായിരിക്കും വലുതാവുക. So that means this will be less than 1/2 norm t minus norm t. This will be less than 1/2 norm t minus norm t. അതെന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് നോക്കി. അതായത് ഫോർ എക്സാമ്പിൾ 4 is greater than 2.
Okay, so 1 by 4 minus 1 actually is less than 1 by 2 minus 1. ശരിയല്ലേ? കാര്യം റെസിപ്രോക്കൽ നേരെ റിവേഴ്സ് ആയിട്ട് വരും. സോ അങ്ങനെ എടുത്തുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 1 ബൈ നോട്ട്. ഓക്കെ, സോ ആർ ലാംഡയ്ക്ക് ഒരു ബൗണ്ട് കിട്ടും വിച്ച് ഈസ് 1 ബൈ നോട്ട്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഒരു കാര്യം വെച്ചാൽ എനിക്ക് വേണമെങ്കിൽ ഇത് ഈ ഒരു ബൗണ്ട് ആയിട്ട് എടുക്കാമായിരുന്നു. എനിക്ക് വേണമെങ്കിൽ 1 ബൈ മോഡ് ലാംഡ മൈനസ് നോംടി എന്ന് പറയുന്ന ബൗണ്ട് എടുത്താൽ എനിക്ക് പരിപാടി നടക്കും. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബൗണ്ട് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദിസ് ലാംഡ. എൻ്റെ എച്ച് ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഫംഗ്ഷൻ ഡിപ്പെൻസ് ഓൺ ലാംഡ മാറും. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഈ ലാംഡ മാറുന്നതനുസരിച്ച് ഈ ബൗണ്ട് മാറിക്കൊണ്ടിരിക്കും. അത് മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഫിക്സഡ് ബൗണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ഓക്കെ, സോ ഇഫ് ഐ do this adjustment, അതായത് മോഡ് ലാംഡ ഗ്രേറ്റർ നോം ടി ട്രൂ ആണെങ്കിൽ ഐ എം ചൂസിങ് ബിഗർ ലാംഡ ഇൻ സച്ച് എ വേ ദാറ്റ് മോഡ് ലാംഡ ഇസ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 2 നോം ടി ആണെങ്കിലും ഓക്കെ ദിസ് ഇസ് വാലിഡ്. ആ രീതിയിലാണ്, അതായത് ലാംഡനേക്കാൾ ഇരട്ടി വാല്യൂ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൗ ദിസ് വിൽ ബി ഐ വിൽ ബി ഗെറ്റിംഗ് മോഡുലസ് ഓഫ് എച്ച് ലാംഡ ഈസ് ലെസ് ദാൻ norm of f into norm of 1 by norm of t into norm of x. Okay, where your f and x are fixed. ഓക്കെ, സോ ഇപ്പം എന്ത് കിട്ടി? ഇപ്പം ദിസ് എച്ച് ലാംഡ ഇപ്പം എന്താണെന്ന് കിട്ടും നിങ്ങൾക്ക്? എച്ച് ലാംഡ ഈസ് ആക്ച്വലി ബൗണ്ടഡ് ആണെന്ന് കിട്ടും. ഓൾസോ യു നോ ദാറ്റ് എച്ച് ലാംഡ ഈസ് എൻ എൻറ്റയർ ഫംഗ്ഷൻ. സോ വാട്ട് യു ആർ ഗെറ്റിംഗ്? സോ ദിസ് മീൻസ് ദാറ്റ് എച്ച് ലാംഡ ഈസ് എ ബൗണ്ടഡ് എൻറ്റയർ ഫംഗ്ഷൻ. ആൻഡ് വാട്ട് ആർ ബൗണ്ടഡ് എൻറ്റയർ ഫംഗ്ഷൻസ്? ബൗണ്ടഡ് എൻറ്റയർ ഫംഗ്ഷൻസ് ആർ കോൺസ്റ്റൻസ് ബൈ എന്ത്? Lively's theorem. So that means you will be getting h lambda is a constant. Clear ആണോ? ഓക്കെ, ഇനി എച്ച് ലാംഡ കോൺസ്റ്റന്റ് ആയുള്ള പ്രശ്നം എന്താ? എച്ച് ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് ലാംഡ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എഫ് ഓഫ് ആർ ലാംഡ എക്സ്. സോ ഇത് കോൺസ്റ്റന്റിലേക്ക് വെച്ചാൽ നമുക്ക് എഫ് ഓ എച്ച് മ്യൂ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദാറ്റ് മീൻസ് എഫ് ഓഫ് ആർ മ്യൂ ഓഫ് എക്സ്. സോ ഇത് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇത് രണ്ടും സെയിം ആയിരിക്കും ഫോർ ഓൾ എഫ്. സോ സോ ഇതിന്റെ പ്രശ്നം എന്താ? ദിസ് മീൻസ് ദാറ്റ് എഫ് എക്സ് ഒക്കെ ആർബിട്രറി ആണ്. ദിസ് മീൻസ് ദാറ്റ് ആർ ലാംഡ എക്സ് ഇസ് ഈക്വൽ ടു ആർ മ്യൂ ഓഫ് എക്സ് എന്ന് പറയും. ശരിയല്ലേ? Since this is true for all f element of x prime and all x element of x, so this means r lambda x is equal to r mu of x എന്ന് വരും. That means r lambda minus r mu of x is equal to this is true for all x element of x എന്ന് വരും. That means r lambda is equal to r mu എന്ന് പറയും. That means your r is ഈ r ഇപ്പോൾ ഏത് സാധനം എടുത്തു കഴിഞ്ഞാലും ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലാംഡ എന്ന് കിട്ടും. ഇൻഡിപെൻഡൻ്റ് ഓഫ് എന്ന് പറയാൻ കാര്യം വെച്ചാൽ ലാംഡ മാറ്റി മ്യൂ കൊടുത്താൽ നമുക്ക് സെയിം വാല്യൂസ് തന്നെ കിട്ടാൻ പോണേ. അത് സംഭവിക്കുമോ? ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് മ്യൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളുടെ ടി ലാംഡ ഇപ്പം ആർ ലാംഡ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലാംഡ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ടി ലാംഡ ഈസ് ഓൾസോ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലാംഡ. അത് നടക്കുമോ? ടി ലാംഡ എന്ന് പറഞ്ഞാൽ ടി മൈനസ് ലാംഡ ആയി. അപ്പോൾ നിങ്ങൾ ഈ ടി മൈനസ് 1 കൊടുത്താലും ടി മൈനസ് 2 കൊടുത്താലും സെയിം വാല്യൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ ടി മൈനസ് ലാംഡ ഈസ് നോട്ട് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലാംഡ. അതുകൊണ്ട് തന്നെ ആർ ലാംഡ ഈസ് നോട്ട് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലാംഡയാണ്. പക്ഷെ നിങ്ങൾക്കൊരു കോൺസ്റ്റൻ്റ് ആണെന്ന് കിട്ടുന്നതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? നിങ്ങളുടെ ഈ സാധനം ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലാംഡയാണെന്ന് കിട്ടും. സോ ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ. ഈ കോൺട്രഡിക്ഷൻ ഉണ്ടാകാൻ കാര്യം എന്താ? യു ആർ ഗെറ്റ് യു ബിക്കോസ് യു അസ്യൂം ദാറ്റ് ദിസ് വാസ് എൻ എൻറ്റയർ ഫംഗ്ഷൻ. ആ അസംഷൻ വന്ന് എവിടുന്നാണ്? അസംഷൻ കെയിം ഫ്രം സിഗ്മ ടി ഈസ് ഈക്വൽ ടു k. അതിൽ നിന്നാണ് അസംഷൻ വന്നത്. സോ ദാറ്റ് മീൻസ് ദാറ്റ് സിഗ്മ ടി, സോ റോ ഓഫ് ടി ഈസ് ഈക്വൽ ടു k. സോ അതിൽ നിന്നാണ് അസംഷൻ വന്നത്. സോ ദാറ്റ് അസംഷൻ ഈസ് റോങ് ആൻഡ് ഹെൻസ് എന്ത് പറയാം? Your sigma t cannot be empty. That means sigma t is not equal to 5. So this is the proof. Okay. ഇനി ഫൈനലായിട്ടൊരു ചെറിയൊരു തീരം കൂടെ ഉണ്ട്. സ്പെക്ട്രൽ റേഡിയസ് പ്രൂഫ് ഒന്ന് വായിച്ചു നോക്കുക. 2-3 ചെറിയ കമ്പ്യൂട്ടേഷൻസ് മാത്രമേ ഉള്ളൂ. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒന്നും കൂടെ വേണമെങ്കിൽ റീപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു സ്പെക്ട്രൽ റേഡിയസ് ഫോർമുല ഉണ്ട്. അതുകൊണ്ട് ഫൈനൽ സെക്ഷൻ തീരും. സോ ലെറ്റ് us മൂവ് ഓൺ ടു ദാറ്റ് ഓൾസോ. സ്പെക്ട്രൽ റേഡിയസ് ഫോർമുല ഓൾസോ വിൽ സീ. ഓക്കെ, സോ സ്പെക്ട്രൽ റേഡിയസ് ഫോർമുല എളുപ്പമാണ്. 1 സെക്കൻഡ്. ഓക്കെ, സോ സ്പെക്ട്രം ഇപ്പോൾ നോൺ എം ടി ആണെന്ന് കിട്ടി. സോ നെക്സ്റ്റ് ഐ വിൽ ഷോ ദാറ്റ് റേഡിയസ് ഓഫ് ദ സ്പെക്ട്രം. സോ ദാറ്റ് ഇസ് ആർ ഓഫ് സിഗ്മ ഓഫ് ടിയുടെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള വാല്യൂ തരുവാണ്. ദാറ്റ് ഇസ് ഗിവൺ ആസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി nth root of norm of t raised to n. Okay, so this is the value of the spectral radius. ഇവിടെ സെറ്റിംഗ്സ് എല്ലാം സെയിം തന്നെയാണ്. ടി എന്ന് പറഞ്ഞാൽ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണ്. ഇവർ എക്സ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നോൺ ട്രിവിയൽ കോംപ്ലക്സ് ബ്രാഞ്ച് സ്പേസ് ആണ്. സോ ദിസ് ഈസ് ദ റിസൾട്ട്. സോ ഇത് പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സോ ഒരു കാര്യം നമുക്കറിയാം,
You will use the spectral mapping theorem. That is, you know that your sigma of t raised to n is same as sigma of t the whole raised to n. നമ്മൾ സ്പെക്ട്രൽ മാപ്പിംഗ് പോളിനോമിയൽസ് വെച്ച് പറഞ്ഞാണല്ലോ, അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇതാണ്. സോ യുവർ ആർ ഓഫ് സിഗ്മ ടി റേസ് ടു എൻ വിൽ ബി സെയിം ആസ് ആർ ഓഫ് സിഗ്മ ടി ദ ഹോൾ റേസ് ടു എൻ. ശരിയല്ലേ? R of sigma t the whole raised to n. Already you also you know that your R of sigma t is less than or equal to norm of t നമ്മൾ സ്പെക്ട്രം ക്ലോസ് ബൗണ്ട് കോമ്പാക്റ്റ് എന്ന് പഠിച്ച സമയത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ യുവർ R of sigma t raised to n will be less than or equal to norm of t raised to n. Okay, combining these results, I can get that R of sigma of t the whole raised to n is less than or equal to norm of t raised to n, or in other words, R of sigma of t is less than or equal to nth root of norm of t raised to n. This is true for all n element of n. So that means this is a ലോവർ ബൗണ്ട് ഫോർ ദിസ് ക്വാണ്ടിറ്റി. ഇത് ഫിക്സ്ഡ് ആണ്, ഈ എൻ ആണ് വേരി ചെയ്യണേ. സോ ഇതിന് ലിമിറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ലിമിറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ ആണ്, ലിമിറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഐ കോൾ ദിസ് ആസ് ലോവർ ബൗണ്ട് ആയതുകൊണ്ട് ദിസ് വിൽ ബി ലെസ് ആർ ഈക്വൽ ടു യുവർ ലിമിറ്റ് ഇൻഫിമം ഓഫ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. ഇത് ലിമിറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, ലിമിറ്റ് ഇല്ലെങ്കിൽ എനിക്ക് അതുകൊണ്ട് ലിമിറ്റ് ഇൻഫിമം എപ്പോഴും ലിമിറ്റ് ഇൻഫിമം ലിമിറ്റ് സുപ്രീം എക്സിസ്റ്റ് ചെയ്യും. അതിനാൽ യൂസ് ദിസ് ആൻഡ് ദിസ് ഇസ് ഓൾവേസ് ബി ലിമിറ്റ് ഇൻഫിമം വിൽ ഓൾവേസ് ബി ലെസ് ആർ ഈക്വൽ ടു ദ ലിമിറ്റ് സുപ്രീം ഓഫ് എൻ റൂട്ട് ഓഫ് നോം ഓഫ് ടി റേസ് ടു എൻ. ഓക്കെ, സോ ഇതെന്തിനാ ഇത് ലിമിറ്റ് ഇൻഫിമോ ലിമിറ്റ് സുപ്രീമോ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ലിമിറ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ലിമിറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, രണ്ടും സെയിം തന്നെ ആയിരിക്കും. ലിമിറ്റ് ഇല്ലാന്നെങ്കിൽ ഐ എം ജസ്റ്റ് ചെയ്യുന്നത് എന്താ പറയുക, ഇൻഫിമങ്ങളുടെ സുപ്രീമോ. ഓക്കെ, ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ഇൻഫിമംസ്. സോ ബേസിക്കലി ഇത് ലോവർ ബൗണ്ടാണ്. സോ അത് ലോവർ ബൗണ്ടുകളുടെ സുപ്രീം എടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ ഇത് സോ ദാറ്റ് ഓൾവേസ് ബി ലെസ് ഈക്വൽ ടു അപ്പർ ബൗണ്ടുകൾ ഇൻഫിമം. ഓക്കെ, സോ അതാണ് ലിമിറ്റ് ഇൻഫിമം ലിമിറ്റ് സുപ്രീമോ. So this is one way. Next I'll show that actually your R sigma of t will be equal to this quantity എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യും. അതാണ് നെക്സ്റ്റ് വരാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് വിൽ യൂസ് ദാറ്റ് റേഡിയസ് ഓഫ് കൺവേർജൻസിൻ്റെ ഫോർമുല ഉണ്ടല്ലോ. റേഡിയസ് ഓഫ് കൺവേർജൻസിൻ്റെ ഫോർമുല എന്താണ്? നമുക്കൊരു പവർ സീരീസ് ഉണ്ട്, സിഗ്മ സം സി എൻ കെ റൈസ് സിഗ്മ ഇസഡ് റൈസ് ടു ആണെങ്കിൽ ദ സീരീസ് കൺവേർജസ് ഇഫ് യുവർ മോഡ് ഇസഡ് ഈസ് ലെസ് ദാൻ സം ആർ വേർ പവർ സീരീസ് കൺവേർജൻസ് ആണെങ്കിൽ ഇൻസൈഡ് ഡിസ്ക് അത് അബ്സല്യൂട്ട് കൺവേർജൻസ് ആയിരിക്കും. നിങ്ങൾ പവർ സീരീസ് പഠിച്ചിട്ടുള്ളതാണ്, അബ്സല്യൂട്ട് കൺവേർജൻസ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആയിരിക്കും ദ റേഡിയസ് ഓഫ് ദ ലാർജസ്റ്റ് ഡിസ്ക് ഇൻ വിച്ച് ദ സീരീസ് ഈസ് കൺവേർജൻ. ഇതിൻ്റെ പുറത്തേക്ക് ഒരിക്കലും കൺവേർജൻ ആയിരിക്കില്ല. ഡിസ്കിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് റേഡിയസ് വരുന്നത് ഈ പറഞ്ഞ സർക്കിൾ ഓഫ് കൺവേർജൻസിലായിരിക്കും. Okay, so this is the largest value and the value of r is given by 1 by r is equal to പ്രോബ്ലംസിൽ ചെയ്തിട്ടുള്ളതാണ് limit supremum of n tends to infinity nth root of mod cn. Okay, so you will be using that result here to prove this. സോ നിങ്ങൾക്ക് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നത്. സോ ഫോർ എക്സാമ്പിൾ നമുക്ക് നേരെ നമ്മൾ വീണ്ടും നമ്മുടെ ആർ ലാംഡയിലേക്ക് പോകണം. നമ്മുടെ ആർ ലാംഡ റിസോൾവൻ്റ് ഓപ്പറേറ്ററിൽ സ്പെക്ട്രത്തിൻ്റെ റേഡിയസ് ആണ് നമുക്ക് വേണ്ടത്. സോ അതിനുവേണ്ടി നമ്മൾ അനലോഗസ് ആയിട്ട് ഞാൻ റിസോൾവെൻറ്റിൻ്റെ വലിപ്പം നോക്കാൻ പോകും. റിസോൾവെൻ്റ് ഓപ്പറേറ്റർ എനിക്ക് എങ്ങനെ എഴുതാം? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് -1 ലാംഡ ഇൻറ്റു സിഗ്മ. ഇങ്ങനെ എഴുതാം 1 എന്താ ടി റേസ് ടു എൻ ബൈ ലാംഡ റേസ് ടു എൻ എഴുതാം. കാരണം വെച്ചാൽ ദിസ് ഇസ് ആക്ച്വലി ടി മൈനസ് ലാംഡ ഈ ഇൻവേഴ്സ് ആണ് നേരത്തെ കാണിച്ച പോലെ. സോ ഐ ക്യാൻ ടേക്ക് മൈനസ് ലാംഡ ഇൻവേഴ്സ് ഔട്ട് സൈഡ്. സോ ദിസ് വിൽ ബി ഐ മൈനസ് ടി ബൈ ലാംഡ ആവും. സോ ദാറ്റ് ഇസ് ആക്ച്വലി -1 ബൈ ലാംഡ ഇൻറ്റു എന്തോരും ഐ പ്ലസ് ടി ബൈ ലാംഡ. അതാണ് ഇത് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇതിനെ വേണമെങ്കിൽ സിമ്പിളായിട്ട് മൈനസ് കെ ഇൻറ്റു എളുപ്പത്തിന് സിഗ്മ ടി റേസ് ടു എൻ കെ റേസ് ടു എൻ എഴുതാം. Now this is valid എപ്പോഴാണ് വാലിഡ് ആവണേ? വെൻ യുവർ മോഡ് കെ ഈസ് ലെസ് ദാൻ യുവർ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആർ. ഓക്കെ, ആൻഡ് റേഡിയസ് ഓഫ് കൺവേർജൻസ് എങ്ങനെ എഴുതുന്നത്? റേഡിയസ് ഓഫ് കൺവേർജൻസ് കിട്ടുന്നത് എങ്ങനെ? 1 by r is actually equal to എന്തോരും 1 by r is equal to limit n tends to infinity nth root of mod c എന്ന് പറഞ്ഞാൽ ആക്ച്വലി മോനോം ഓഫ് e raised to n. Okay, so this is valid when this happens. So 1 by r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഈ റിസോൾവെൻ്റ് ഉണ്ടാവുന്ന എപ്പോഴാണ്? when your 1 by r is equal to limit n tends to infinity norm of t raised. So mod k less than r ആവുമ്പോഴൊക്കെ തന്നെ this will happen. This thing will be this result will be
വാലിഡ്. ഓക്കെ. സോ അതായത് ഈ 1/r എന്ന് പറഞ്ഞാൽ ആക്ച്വലി സോ ബേസിക്കലി മോഡ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കെ എന്ന് പറഞ്ഞാൽ 1/λ ആണ്. സോ വെൻ യുവർ 1/mod λ ഈസ് ലെസ് ദാൻ ദിസ് 1/r, എന്ത് സംഭവിക്കും? റിസോൾവെന്റ് ഓപ്പറേറ്റർ ഉണ്ടായിരിക്കും. ഓക്കെ. ഓർ ഇൻ അതർ വേർഡ്സ് ദിസ് ഇസ് യുവർ മോഡ് ലാംഡ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദിസ് മോഡ് ലാംഡ. സോ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, സോ വെൻ മോഡ് 1/mod k ഈസ് ലെസ് ദാൻ മോഡ് കെ എന്ന് പറഞ്ഞാൽ 1/λ ആണ്. സോ വെൻ 1/mod λ ഈസ് ലെസ് ദാൻ our calculator, or this lambda will be in the resolvent set. Or when lambda is greater than 1/r, what will happen? This lambda will be in the resolvent set. Okay. So 1/r റേഡിയസിന് പുറത്തുള്ള എല്ലാത്തിലും എന്തുണ്ടായിരിക്കും? യുവർ ലാംഡ. സോ ഇതാണ് 1/r റേഡിയസിലുള്ള ഡിസ്ക് എന്ന് വിചാരിക്കുക. സോ ആ ഡിസ്കിന് പുറത്തുള്ള എല്ലാ പോയിന്റ്സിലും എന്തുണ്ടായിരിക്കും? റിസോൾവൻസ് സെറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ. ഇനി ഈ റേഡിയസ് ഓഫ് കൺവേർജൻസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഈ സീരീസ് കൺവേർജ് ചെയ്യുന്ന ഏറ്റവും വലിയ ഡിസ്ക് ആണ് മോഡ് കെ ലെസ് ദാൻ ആർ. അതിലും വലിയ ഡിസ്കിൽ അത് കൺവേർജ് ചെയ്യില്ല. ഓക്കെ. സോ ദാറ്റ് മീൻസ് ഈ മോഡ് ലാംഡ ഉള്ള ഏറ്റവും വലിയ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ റീജിയൻ എന്ന് പറഞ്ഞാൽ മോഡ് ലാംഡ ഗ്രേറ്റർ ദാൻ 1/r ആണ്. അതിലും വലിയ റീജിയൻ ഇല്ല, ബിക്കോസ് ഓഫ് ദിസ് അനലോഗി. ബിക്കോസ് ഈ മോഡ് കെ ലെസ് ദാൻ ആർ ആയിട്ടുള്ള ാണ് ഈ സീരീസ് കൺവേർജ് ചെയ്യുന്ന ഏറ്റവും വലിയ ഡിസ്ക് ഇതാണ്. സോ അതിലും വലിയ ഡിസ്ക് ഉണ്ടാവില്ല. സോ ടേക്ക് ദ റെസിപ്രോക്കൽസ്. ഈ പറഞ്ഞ ഇവിടെ ആക്ച്വലി ഈ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/z പ്ലെയിൻ ആണ്. ആക്ച്വലി ആ 1/z പ്ലെയിനിൽ ഇതിലാണ് ഇത് കൺവേർജ് ചെയ്യുക, പുറത്ത് ഡൈവേർജ് ചെയ്യും. ആ സെയിം കൺസെപ്റ്റ് തിരിച്ചു വരും. ഇസഡ് പ്ലെയിനിലേക്ക് വരുമ്പം ഈ എക്സ്റ്റീരിയർ ഇന്റീരിയറിലേക്ക് പോകും, ഇന്റീരിയർ എക്സ്റ്റീരിയറിലേക്ക് പോകും. അതാണ് കൺസെപ്റ്റ്. സോ ബേസിക്കലി ഈ മോഡ് കെ ലെസ് ദാൻ ആർ ആവുന്ന എല്ലാത്തിലും ഈ റിസൾട്ട് വാലിഡ് ആണ്. അതുകൊണ്ട് തന്നെ ഏതാണ് ഏറ്റവും ഇത് വാലിഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഡിസ്ക് ആണ് ഈ മോഡ് കെ ലെസ് ദാൻ ആർ. സോ ദാറ്റ് മീൻസ് മോഡ് ലാംഡ ഗ്രേറ്റർ ദാൻ 1/r ഉള്ള ഡിസ്കിലാണ് എന്നുള്ളത്. അതാണ് റിസോൾവെന്റ് ഉള്ള ഏറ്റവും വലിയ ഡിസ്ക് എന്ന് പറഞ്ഞാൽ മോഡ് ലാംഡ ഗ്രേറ്റർ ദാൻ 1/r. മറ്റുള്ള എല്ലാതും റിസോൾവെന്റിലുള്ളതായിരിക്കും. ഓക്കെ. സോ ദിസ് ഇസ് ദ ലാർജസ്റ്റ് ഡിസ്ക് വിച്ച് ക്യാൻ കണ്ടെയ്ൻ ദ റിസോൾവെന്റ്. ഓക്കെ. സോ ദാറ്റ് മീൻസ് ഈ ഡിസ്കിന് പുറത്തുള്ളത് എന്തായിരിക്കണം? ഈ ഡിസ്കിന് പുറത്തുള്ളത് വരുന്നത് എന്തായിരിക്കണം? വരാൻ പോകുന്ന ഇറ്റ് വിൽ ബി ദ സ്പെക്ട്രം കിടക്കേണ്ടത് ഈ ഡിസ്കിന് പുറത്തായിരിക്കണം. ഓക്കെ. സോ ദാറ്റ് മീൻസ് യുവർ സ്പെക്ട്രൽ റേഡിയസ് ഷുഡ് ബി ലെസ്. യുവർ സ്പെക്ട്രൽ റേഡിയസ് വിൽ ബി എന്തായിരിക്കും? ആക്ച്വലി ബി എന്തായിരിക്കും? സോ ഇതാണ് റിസോൾവെന്റ് കിടക്കുന്ന സാധനം ഇതായിരിക്കണം. ഒരു സ്പെക്ട്രം അപ്പം റിസോൾവെന്റ് കിടക്കുന്നത് ഇതിന് പുറത്തായിരിക്കും. സോ ഈ പറഞ്ഞ ഡിസ്ക് അല്ലെങ്കിൽ ഇതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തായിരിക്കണം? ഇതിനകത്തൊന്നും റിസോൾവെന്റ് കിടക്കൂല, ഇതെല്ലാം പുറത്താണ് കിടക്കണേ. സോ ദാറ്റ് മീൻസ് ദിസ് ഈസ് ആക്ച്വലി ദ റേഡിയസ് ഓഫ് യുവർ സ്പെക്ട്രം. ആൻഡ് വാട്ട് ഇസ് ഇറ്റ്? ദാറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു യുവർ ലിമിറ്റ് n tends to infinity nth root of norm of t raised limit supreme of that by definition. Okay. So that means ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് ഇത് ലെസ് ദാൻ ആണെന്ന് കിട്ടി, മറ്റേ കണ്ടീഷനിൽ അത് ആക്ച്വലി ഈക്വൽ ടു ആണെന്ന് കിട്ടി, ലിമിറ്റ് സുപ്രീം തന്നെയാണ്. ദാറ്റ് മീൻസ് ഇതിപ്പോഴും ദാറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു യുവർ സ്പെക്ട്രൽ റേഡിയസ് തന്നെ കിട്ടി. ദാറ്റ് മീൻസ് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഓർ യുവർ ആർ സിഗ്മ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു ലിമിറ്റ് n tends to infinity nth root of norm of t raised to. Okay. So that is the spectral radius formula. ഓക്കെ. സോ ഒന്നും കൂടെ നോക്കുക, സിമ്പിൾ ആണ്. എല്ലാ പ്രൂഫുകളും എഴുതി നോക്കണം. എഴുതി നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ജസ്റ്റ് കേട്ടോണ്ടിരുന്ന മനസ്സിലാവില്ല. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇത് സോൾവ് ചെയ്താൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഓക്കെ. താങ്ക് യു.